പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 87ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. AD 65 നീറോ ചക്രവർത്തി തൻ്റെ ഭാര്യയായ പോപ്പിയ സാബിനയുടെ ശവസംസ്കാര ചടങ്ങിൽ എരിക്കുന്നതിനായി തൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചു വാങ്ങിയ ഒരു സസ്യമുണ്ട്. ഈജിപ്ഷ്യൻ സുന്ദരിമാർ ഈ സസ്യത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട സസ്യഭാഗങ്ങൾ പുകച്ച് ആ പുകയേറ്റ് തങ്ങളുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിച്ചിരുന്നു. ഒരു കാലത്ത് വിലയേറിയ സുഗന്ധദ്രവ്യമായിരുന്ന സിന്നമമം അഥവാ കറുവപ്പട്ടയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് കറുവപ്പട്ടയുടെ വിശേഷങ്ങൾ ചർച്ച ചെയ്യാം. സിന്നമമം സൈലാനിക്കം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കറുവപ്പട്ട ലോറേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട 8 മുതൽ 10 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു മരമാണ്. ഈ വലിയ കുടുംബത്തിൽ ഏതാണ്ട് 300ഓളം വിവിധ ജീനസുകൾ ഉണ്ട്. ശ്രീലങ്കയിലും ദക്ഷിണേന്ത്യയിലും കൃഷി ചെയ്യുന്ന ഈ സസ്യം കറുവപ്പട്ട, ഇലവങ്കം, കറപ്പ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇലവങ്കം കറുവപ്പട്ടയുടെ ഒരു ജംഗിൾ വെറൈറ്റി ആയാണ് കരുതപ്പെടുന്നത്. സസ്യം നട്ട് 3 വർഷം കഴിയുമ്പോൾ തൊലി ശേഖരിക്കാൻ പ്രായമാകുന്ന കറുവപ്പട്ടയെ ഹിന്ദിയിൽ ദരുസിത, ദാൻഷീനി എന്നു പേരുകളിലും തമിഴിൽ ലവങ്കപ്പട്ടെ, സംസ്കൃതത്തിൽ തക്പത്രം, തമാല എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. സിന്നമമം ജീനസിലെ വിവിധ സസ്യങ്ങളിൽ നിന്നും സിന്നമമം ഉൽപ്പാദിപ്പിക്കുന്നു. വിവിധ ഭക്ഷ്യവസ്തുക്കൾക്ക് സുഗന്ധം നൽകാൻ ഈ ദ്രവ്യം ഉപയോഗിക്കുന്നു. അതിപുരാതന കാലം മുതൽ തന്നെ കറുവപ്പട്ട അറേബ്യയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. സസ്യത്തിൻ്റെ സുഗന്ധത്തിനും രുചിക്കും കാരണം സസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഓയിൽ, സിനമാൽഡിഹൈഡ്, യൂജിനോൾ എന്നീ ഘടകങ്ങളാണ്. വളരെ കുറഞ്ഞ എണ്ണം സ്പീഷീസുകൾ മാത്രമാണ് സുഗന്ധദ്രവ്യത്തിനായി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുള്ളൂ. സിന്നമമം വേരം ഓർ സൈലാനിക്കം എന്ന കറുവയെ സിലോൺ സിന്നമമം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ജന്മദേശം ശ്രീലങ്കയായതിനാലാണ് ഈ നാമധേയം. ഇതാണ് യഥാർത്ഥ കറുവപ്പട്ടയായി കരുതപ്പെടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാകുന്ന പല കറുവപ്പട്ടകളും കാഷ്യ എന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യത്തിൻ്റെ പട്ടകളാണ്. കാഷ്യ ബർമാനി ഇത് ഇന്തോനേഷ്യൻ കറുവപ്പട്ടയാണ്. ഇതിനെ പെർഡാങ് കാഷ്യ എന്നും വിളിക്കുന്നു. കാഷ്യ ചൈനീസ് സിന്നമമം പൊതുവെ ചൈനീസ് കാഷ്യ എന്ന് വിളിക്കുന്നു. കാഷ്യ സിട്രോഡോറം ഇതാണ് മലബാർ കറുവപ്പട്ട. 2023 ആഗോളതലത്തിൽ കറുവപ്പട്ടയുടെ ഉൽപ്പാദനം 2,38,403 ടൺ ആയിരുന്നു. ഇതിൻ്റെ 39% ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. ശ്രീലങ്ക, സുമാത്ര, ബ്രസീൽ, ജമൈക്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് സസ്യം കൂടുതലായും കാണപ്പെടുന്നത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിൽ വന്യമായും നാട്ടിൻപുറങ്ങളിൽ നട്ടുവളർത്തിയും കാണപ്പെടുന്നു. അതിശൈത്യ പ്രദേശങ്ങളിൽ ഇവ വളരുന്നില്ല. സിന്നമൺ എന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സ്വീകരിക്കപ്പെട്ടത് 15ാം നൂറ്റാണ്ടിലാണ്. പുരാതന ഗ്രീക്കിലെ കിന്നമം എന്ന വാക്കിൽ നിന്നും കിന്നമൺ എന്ന പ്രയോഗം രൂപപ്പെട്ടു വരികയും പിന്നീട് സിന്നമൺ ആയി മാറുകയും ചെയ്തു എന്നാണ് പദോൽപത്തി ശാസ്ത്രം പറയുന്നത്. പുരാതന ചരിത്രം അനുസരിച്ച് 2000 BCയുടെ തുടക്കത്തിൽ തന്നെ ഈജിപ്തിലേക്ക് സസ്യം ഇറക്കുമതി ചെയ്തിരുന്നു. യഥാർത്ഥ കറുവയുടെ ജന്മദേശം ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളാണ്. പുരാതന ഈജിപ്തിൽ കറുവപ്പട്ട
മമ്മികൾ എംബാം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. ഗ്രീക്കിൽ ഈ സസ്യത്തെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത് BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാഫോ എന്ന കവിയുടെ കവിതയിലാണ്. ഹെറോഡോട്ടസ്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ ഭീമാകാരമായ സിന്നമൺ പക്ഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അവ അറിയപ്പെടാത്ത ഏതോ പ്രദേശത്തു നിന്ന് സസ്യഭാഗങ്ങൾ കൂടുണ്ടാക്കുവാനായി ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. വളരെ വിലയേറിയ ഒരു സുഗന്ധദ്രവ്യമായിരുന്നു സിന്നമൺ. റോമിൽ ശവസംസ്കാര ചടങ്ങുകളിലാണ് അവ സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. മധ്യകാലഘട്ടത്തിലുടനീളം കറുവയുടെ ഉറവിടം എവിടെയെന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു പ്രഹേളികയായിരുന്നു. ഇലകൾ നിറഞ്ഞ് അനേകം ശാഖകളോടുകൂടിയ ഒരു നിത്യഹരിത ഇടത്തരം വൃക്ഷമാണ് കറുവ. അണ്ഡാകൃതിയിലുള്ള ഇലകളും തവിട്ടു നിറത്തിലോ കാപ്പി നിറത്തിലോ ഉള്ളതും പരുക്കനായ കട്ടിയുള്ള തൊലിയും സുഗന്ധമുള്ള പൂക്കളും ബെറി പഴങ്ങളും ഈ സസ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇലയ്ക്ക് 7 മുതൽ 10 സെൻറ്റിമീറ്റർ നീളവും 3.8 മുതൽ 8 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. അണ്ഡാകൃതിയിലാണെങ്കിലും അറ്റം കൂർത്തതാണ്. ഇലയിൽ നീളത്തിൽ 3 മുതൽ 4 വരെ നീണ്ട ഞരമ്പുകൾ കാണാം. ഇലയിൽ സുഗന്ധഗ്രന്ഥികളുണ്ട്. ഡിസംബർ മുതൽ പൂക്കാലമാണ്. വെളുപ്പ് കലർന്ന മഞ്ഞ നിറത്തിൽ ദ്വിലിംഗ പുഷ്പങ്ങൾ വിരിയുന്നു. സസ്യത്തിലെ ഇലയും തൊലിയുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സസ്യത്തെ 2 വർഷത്തോളം വളർത്തുന്നു. തുടർന്ന് ഭൂനിരപ്പിൽ വെച്ച് മുറിച്ചു മാറ്റുന്നു. അടുത്ത വർഷം ആ ഭാഗത്ത് നിന്ന് 1 ഡസനോളം പുതിയ തൈകൾ മുളച്ചു വരുന്നു. മുറിച്ചു മാറ്റിയ സസ്യഭാഗങ്ങളിൽ നിന്ന് തൊലിയും ഇലയും ശേഖരിക്കുന്നു. ഈ ഇലയാണ് സൂപ്പർ മാർക്കറ്റുകളിൽ ബേ ലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കളക്ടോട്രിക്കം ഗ്ലോക്കോസ്പോറിയോയിഡ്സ്, ഡിപ്ലോഡിയ, ഫൈറ്റോപ്തോറ സിന്നമോണി എന്നിവ സസ്യത്തെ ദോഷകരമായി ബാധിക്കാം. കീടങ്ങളെ തുരത്താൻ സൾഫർ ഡയോക്സൈഡിന്റെ പുക അനുയോജ്യമാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. പൊടിയാക്കിയ കറുവപ്പട്ട ശുദ്ധമായതേത് മായം കലർന്നേത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. എങ്കിലും അയോഡിൻ ടെസ്റ്റ് നടത്തുന്നതിലൂടെ ഇവ തിരിച്ചറിയാം. കടും നീലനിറം ലഭിക്കുകയാണെങ്കിൽ ശുദ്ധമായ കറുവപ്പട്ട പൊടിയിൽ ചൈനീസ് കറുവപ്പട്ട മായമായി ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിൽ ലഭിക്കുന്ന പല കറുവപ്പട്ടകളിലും മായം ചേർന്നിട്ടുണ്ടാവാം. യഥാർത്ഥ കറുവപ്പട്ടയിൽ കൗമറിൻ എന്ന ഫീനോളിക് ഘടകത്തിന്റെ അളവ് കുറവായിരിക്കും. മെക്സിക്കോയിൽ കറുവപ്പട്ട ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. US-ലും യൂറോപ്പിലും ധാന്യങ്ങളിലും ബ്രെഡിലും ഫ്ലേവർ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. പോർച്ചുഗീസിലും ടർക്കിയിലും കറികൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നു. പൊടിയാക്കിയ കറുവപ്പട്ടയിൽ 11% ജലവും 53% ഫൈബറുകളും 4% മാംസ്യവും 1% കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ കറുവപ്പട്ട ചെറുതാക്കണമെങ്കിൽ ഉപകരണത്തിന്റെ സഹായം വേണം. കൂടിയ ആർദ്രതയിലും ഊഷ്മാവിലും കറുവപ്പട്ടയിലെ സിനമാൽഡിഹൈഡ് ഓക്സിജനുമായി പ്രവർത്തിച്ച് വിഘടിച്ച് സ്റ്റൈറീൻ എന്ന ഘടകമായി തീരുന്നു. ഇത് പട്ടയ്ക്ക് ഇരുണ്ട നിറം നൽകുകയും റെസിൻ സംയുക്തങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ ദഹനം ഉദ്ദീപിക്കാൻ സഹായകമാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അധികമായി കഴിച്ചാൽ
ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കറുവപ്പട്ടയിലെ കൗമറിൻ എന്ന ഘടകം അധികമായാൽ കരളിനെയും വൃക്കകളെയും ബാധിക്കാം. ഒരു ദിവസം കഴിക്കാവുന്ന കൗമറിൻ്റെ അളവ് ഓരോ കിലോഗ്രാം ശരീരഭാരത്തിനും 0.1 മില്ലിഗ്രാം എന്ന തോതിൽ മാത്രമാണ്. വിവിധ രാജ്യങ്ങളിൽ കറുവപ്പട്ട വിവിധ രീതികളിൽ ഉപയോഗിച്ചു വരുന്നു. സിന്നമൺ ഫ്ലേവേഡ് ടീ, സിന്നമൺ ടോസ്റ്റ്, സിന്നമൺ ബേസ്ഡ് കാൻഡി. കറുവപ്പട്ടയുടെ തൈകൾ നഴ്സറികളിൽ ലഭ്യമാണ്. ഒരു തൈ നമ്മുടെ തോട്ടത്തിലും വളരട്ടെ. അതുവഴി ശുദ്ധമായ കറുവപ്പട്ട ഉപയോഗിക്കാം. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.